എൻ്റെ പേര് തനുജ. എൻ്റെ നാട് കോഴിക്കോടാണ്. ഞാനൊരു ആർട്ടിസ്റ്റായിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ജിനു കോട്ടയം. ആൾ ഇപ്പം ചാനലിൽ ഒരു ചിരി ബമ്പർ ചിരി എന്ന് പറഞ്ഞ പ്രോഗ്രാം ചെയ്യുന്നു. ഞങ്ങളുടെ മകളാണ്. മോളുടെ പേര് അനുഗ്രഹ ജിനു, ദേവൂട്ടി എന്നാണ് പേര്. പുള്ളി എൻ്റെ മകളെ ഉപേക്ഷിച്ച് പോയിട്ട് ഇപ്പോൾ 5 വർഷമായി. ഈ 5 വർഷം ആയിട്ടും മറ്റൊരാളുടെ വൈഫുമായിട്ടാണ് ആൾ ജീവിക്കുന്നത്. ആ ലേഡിക്കും 2 കുട്ടികളുണ്ട്, ഹസ്ബൻഡുണ്ട്. ആളെ ഒഴിവാക്കിയിട്ടാണ് എൻ്റെ ഹസ്ബൻഡ് കൂടെ വന്ന് ജീവിക്കുന്നത്. 5 വർഷമായി. പക്ഷേ ഞാൻ ഇന്ന് വരെ ഒരു ദ്രോഹത്തിനോ ഉപദ്രവിക്കാനൊന്നും പോയില്ല. ഞങ്ങൾ നിയമപ്രകാരം കല്യാണം കഴിച്ചാണ്, രജിസ്റ്റർ മാരേജ് ചെയ്താണ്. മോളുടെ സർട്ടിഫിക്കറ്റും ജനന സർട്ടിഫിക്കറ്റും. മോൾക്ക് 25% IQ ലെവൽ കുറവുള്ള കുട്ടിയാണ്. 6ാം ക്ലാസ് പഠിക്കുന്നു. എനിക്ക് ടെൻഷൻ ഉള്ളതുകൊണ്ട്, BP ഉള്ളതുകൊണ്ട് ഇച്ചിരി വിരൽ വരുന്നുണ്ട്. 6ാം ക്ലാസ്സിലാണ് മോൾ പഠിക്കുന്നത്. ഇപ്പോഴവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇയാൾ പോയി കഴിഞ്ഞപ്പോൾ കോടതിയിൽ ഞാൻ ചിലവിനുള്ള കേസ് കൊടുത്തായിരുന്നു 2 വർഷം കഴിഞ്ഞപ്പോൾ. അപ്പോൾ അവിടെ ആളുടെ വീട്ടിലേക്കുള്ള അഡ്രസ്സിലായിരുന്നു കോടതിയിൽ നിന്ന് പേപ്പർ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ 2 വട്ടം മടങ്ങിയപ്പോൾ എന്നോട് എൻ്റെ വക്കീൽ പറഞ്ഞു, ആളുടെ ശരിക്കുള്ള അഡ്രസ്സ് കിട്ടിയാൽ അയാൾ കൈപ്പറ്റണം, നോട്ടീസ് കൈപ്പറ്റി മാത്രമേ നമുക്ക് കേസ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഇയാൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് ഒരു ആർട്ടിസ്റ്റുകളും ഒരു കൂട്ടുകാരന്മാരും ഒരാളും എനിക്ക് പറഞ്ഞു തന്നില്ല. ലാസ്റ്റ് എനിക്ക് എൻ്റെ കൂടെ വർക്ക് ചെയ്തൊരു കുട്ടി എന്നെ പറഞ്ഞു തന്നു, ചേച്ചി ഇന്നടത്തുണ്ട്, നിങ്ങൾ അവിടെ പോയാൽ മതി പറഞ്ഞു. അങ്ങനെ ഞാൻ പാലാരിവട്ടത്ത് പോയി സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് 2023 ഞാൻ അന്വേഷിച്ച ആൾ താമസിക്കുന്ന വീട്ടിൽ എൻ്റെ മകളെയും കൊണ്ട് ചെല്ലും. മോൾ ഇത്ര വർഷമായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ മോൾക്ക് കാണണമെന്നും പറഞ്ഞു. ഞങ്ങൾ പോയപ്പം അവിടെ നിന്ന് ഞങ്ങൾക്ക് വളരെ മോശമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടായത്. അന്ന് ഞാൻ ആ വീഡിയോ ഒക്കെ ഫേസ്ബുക്കിലിട്ടിട്ട് ഭയങ്കര വൈറലൊക്കെ. അയാൾ മോളുടെ മുന്നിൽ നിന്ന് DNA ചോദിച്ചു. ആളല്ല, ആളുടെ കൂടെയുള്ള ലേഡി പറഞ്ഞു, ചിലവിന് തരേണ്ട കാര്യം എന്താണ്, നിനക്ക് അഡ്രസ്സും തരേണ്ട ആവശ്യമില്ല, ഇത് ഇയാളുടെ മകളല്ല. അപ്പോൾ ആളോട് പറഞ്ഞു, എടാ നിൻ്റെ മകളാണോടാന്ന് ആളോട് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരിയുടെ മുന്നിൽ നിന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതൊക്കെ വീഡിയോ എടുത്തു. എന്നോട് പറഞ്ഞു, എൻ്റെ മകളാണെന്നോ, എനിക്ക് DNA വേണമെന്ന് പറഞ്ഞു. അപ്പോഴും മോൾ കരഞ്ഞുകൊണ്ടിരിക്കുക, അപ്പായി എന്നുണ്ട്. ആൾ ഒരു മൈൻഡും ചെയ്യുന്നില്ല. അവർക്ക് ഇപ്പം ഉണ്ടായ കുഞ്ഞിനെയും കൊണ്ട് ആളെടുത്ത് പോകുമല്ലാതെ എൻ്റെ മോൾ ഒരു വശത്തുനിന്ന് പോലും നോക്കിയില്ല. ലാസ്റ്റ് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോയി. അവിടെ ചെന്നപ്പോൾ പുള്ളി തെറ്റിയിട്ടുള്ളൊരു അഡ്രസ്സ് എനിക്ക് തന്നത്. പക്ഷേ അതിൽ നോട്ടീസ് അയച്ചിട്ട് കിട്ടിയില്ല. പിന്നെ അയാളുടെ വക്കീലിനോട് പറഞ്ഞു അഡ്രസ്സ് തെറ്റാണെന്ന് പറഞ്ഞപ്പം ഒറ്റ പ്രാവശ്യം അയാൾ തിരുവനന്തപുരത്ത് കുടുംബ കോടതിയിൽ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പം വിധി വന്നു. പക്ഷേ അതിൻ്റെ ഒരു കാര്യങ്ങളും ഞങ്ങൾക്കൊന്നും ചെയ്യുന്നുമില്ല. ഇപ്പോൾ ആളുടെ ഒരു യൂട്യൂബേഴ്സ് ഉണ്ട്, ഒരു ഗ്യാങ്ങായിട്ട്. ഒരു ഷെഫീന ബീബി എന്ന് പറഞ്ഞൊരു സ്ത്രീ. ഈ ആൾക്ക് വേണ്ടിയിട്ട് ആ ലേഡിയുടെ യൂട്യൂബ് ചാനലിൽ കൂടെ എനിക്കും എൻ്റെ മകൾക്കും വേണ്ടി വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് പറയണത്. അയാളുടെ വൈഫല്ല, എന്ത് തെളിവുണ്ട്, ജിനുവിൻ്റെ കൂടെ ആ വീണ എന്ന് പറഞ്ഞ സ്ത്രീയെ തന്നെ ഞാൻ അയാളുടെ വൈഫായിട്ട് താമസിപ്പിക്കുമെന്ന് പറഞ്ഞ് ഞങ്ങളെ വെല്ലുവിളിച്ച് എന്നെ വളരെ ബോഡി ഷെയിം ചെയ്തിട്ട്, വളരെ എന്ന് വെച്ചാൽ ഒരു പെണ്ണും കേൾക്കാൻ പറ്റാത്ത രീതിയിലുള്ള ബോഡി ഷെയിമാണ് ഞാൻ കേട്ടുകൊണ്ടിരുന്നത്. അതൊന്നും എനിക്ക് പ്രശ്നമില്ലായിരുന്നു. അവരുടെ കൂടെ ഒരു 3-4 സ്ത്രീകൾ വേറെയുണ്ട്. സെമീറ എന്ന് പറഞ്ഞ മൂവാറ്റുപുഴയുള്ളൊരു യൂട്യൂബറാണ്. പിന്നെ മുന്താസ്, അനു, ഇവർ ഈ 4 പേരും കൂടെ ഞങ്ങൾ ഭയങ്കരമായിട്ട് ഓരോന്നും പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടൊക്കെ ഞാൻ പോട്ടെ കുഴപ്പമില്ലാന്ന് വെച്ചു. പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം എനിക്കുണ്ടായ അനുഭവം വെച്ചാൽ അവർ ഒരുപാട് രീതിയിൽ നോക്കി എൻ്റെ മക്കൾക്ക് ചിലവിന് കൊടുപ്പിക്കാതെ എൻ്റെ മകളെ ജിനുവിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലും ചൈൽഡ് ഹോമിലൊക്കെ വിളിച്ച് പറഞ്ഞു മകളെ ഉപദ്രവിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അവർ വന്ന് മോളെ അന്വേഷിച്ചപ്പം മോൾ പറഞ്ഞു, എൻ്റെ അമ്മ എന്നെ പൊന്നു പോലെ നോക്കുന്നു, ഒരു കുഴപ്പം എൻ്റെ അമ്മ എനിക്ക് വേണ്ടി ചെയ്തിട്ടില്ല, നല്ല പോലെ എൻ്റെ അമ്മ നോക്കുന്നത് പറഞ്ഞപ്പോൾ അവർ ആ രീതിയിൽ അങ്ങ് പോയി. പിന്നെ ആ രീതി മുന്നോട്ട് പോകാത്തത് കൊണ്ട് അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇപ്പോൾ പറഞ്ഞുണ്ടാക്കുന്നത് എൻ്റെ മകളെ ഞാൻ സെക്സ് പരമായിട്ട് ഉപയോഗിക്കുന്നു എന്നും പറഞ്ഞിട്ട് വളരെ ഒരമ്മയ്ക്കും താങ്ങാൻ പറ്റാത്ത അപ്പുറത്താണ് അവരിപ്പോൾ എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ എൻ്റെ ഹസ്ബൻഡ് കൂടെയുള്ള ലേഡി ഇതിന് സപ്പോർട്ടാണ്. ഇവർ ചെയ്യുന്ന വീഡിയോസിൻ്റെ ലിങ്ക് എല്ലാം എടുത്തിട്ട് അവരുടെ യൂട്യൂബ് ചാനലിൽ കൊണ്ടിട്ട് പോസ്റ്റ് ചെയ്യുക. എന്നിട്ട് ജിനു വീണയും കൂടെ ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ അവർ യൂട്യൂബ് കൊണ്ടുവന്നിട്ട് പോസ്റ്റ് ചെയ്യും. ഇതുപോലെ ഞങ്ങൾ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ എന്നിട്ടും ആൾക്ക് വേണ്ടി മോശമായിട്ട് ലൈവിൽ വന്ന് പറയാനൊന്നുമില്ല. ഞങ്ങൾ മോളുടെ ഡാൻസ്, ഞങ്ങളുടെ കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബായിട്ട് പോകുന്നത്. ഇവർ വളരെ ഞങ്ങളെ ഒരു അമ്മയുടെ മാനസിക നില എങ്ങനെ തെറ്റിക്കാൻ പറ്റും ആ രീതിയിലാണ് ഇപ്പോൾ ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം കൊടുത്തിട്ടും കേസും ഇതൊക്കെ ആയിട്ട് പോകുമ്പോൾ ഒരുപാട് വൈകുമെന്ന് പറഞ്ഞു. പക്ഷേ അവർ യൂട്യൂബിൽ ഇങ്ങനെ ഈ മകളെ പറയുന്നതും എന്നെ ഈ അനാവശ്യം പറയുന്നതും എനിക്ക് ഇവരെ നിർത്തിക്കാൻ വേണ്ടി പലവട്ടം നോക്കി. പക്ഷേ ഇവർ നിർത്തുന്നില്ല. ഇപ്പോഴും ഇന്നലെയും എൻ്റെ മോളെ കൊണ്ട് പറഞ്ഞു, ഞാൻ അവരെ വീട്ടിലേക്ക് പോയി ഒന്ന് നിങ്ങൾ നിർത്ത്, ഷെഫീന ബീബി എന്ന് പറഞ്ഞ യൂട്യൂബറുടെ വീട്ടിലോട്ട്. അവിടെ പോയിട്ടും ആ സ്ത്രീ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ലൈവിൽ വന്നിട്ട് ഞങ്ങളെ മോശം പറഞ്ഞുകൊണ്ടിരിക്കുകയോ. ഞാനൊരു ആർട്ടിസ്റ്റായിരുന്നു. ഞാൻ ഒരുപാട് ചാൻസുകളൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ചോദിച്ചു. ഞാൻ അഭിനയം നിർത്തിയതാണ്. ഡബ്ബിങ് ആർട്ടിസ്റ്റാണ്, സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ കല്യാണം കഴിയുന്നതിന് മുന്നേ പുള്ളി പറഞ്ഞു അഭിനയം നിർത്തണമെന്ന് പറഞ്ഞു.
അപ്പം ഞാൻ കല്യാണം കഴിഞ്ഞപ്പോൾ അഭിനയം നിർത്തി, കുട്ടിയും കുടുംബമായിട്ട് അങ്ങനെ പൊക്കോണ്ടിരിക്കുകയോ. ഇയാൾ ഞങ്ങൾ ഇട്ടിട്ട് പോയൊരു സുപ്രഭാതത്തിൽ എനിക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണം, എന്നുവെച്ചാൽ വാടക വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറക്കി വിട്ടു. എന്നിട്ട് ഈ വാർത്ത ഫേസ്ബുക്കിലൊക്കെ വന്നപ്പോൾ ഒരുപാട് എന്താ പറയുക, ഒരുപാട് ഞങ്ങൾക്കറിയാത്ത ഒരുപാട് പേര് ഞങ്ങൾക്ക് സഹായിച്ചു. അവിടെ നിന്ന് വേറെ വാടക വീടെടുത്തു, ഞങ്ങൾ അവിടെ താമസമായി. എൻ്റെ വീട്ടിൽ ഞങ്ങൾ തമ്മിൽ സ്നേഹിച്ച് കല്യാണം കഴിച്ച കാരണം കൊണ്ട് വീട്ടിലെ അനിയന്മാരൊന്നും അത്ര നല്ലതിലല്ല. അമ്മ എന്ന് പറയുന്നത് കഴക്കൂട്ടം ആറ്റിൻകുഴിയിൽ ഒരു ചെറിയൊരു പൂക്കട ജോലി ചെയ്തിട്ടാണ് അമ്മ ജീവിക്കുന്നത്, ഒരു തട്ടുകടയിൽ. അപ്പോൾ അവിടെ നിന്നുള്ള വരുമാനമൊക്കെ പുള്ളിക്ക് കൊടുത്തിട്ടുണ്ട്. കാറ് മേടിക്കാൻ പൈസ കൊടുത്തു, എനിക്ക് 5 പവൻ്റെ സ്വർണം തന്നു, അല്ലാതെ തന്നെ ഒരു 5 ലക്ഷം രൂപ അല്ലാതെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇയാളൊരു കാർ എടുത്തു, ഇയോൺ കാർ എടുത്തിട്ട് അത് എന്നെ ഗ്യാരണ്ടറായിട്ട് വെച്ചു. ഈ പുള്ളി കാറിൻ്റെ CC അടയ്ക്കാതെ പോയിട്ട് ആ കാറും അവർ തിരിച്ചെടുത്തുകൊണ്ട് പോയിട്ട് ഇപ്പോൾ എനിക്കൊരു ലോണ് പോലെ ഞങ്ങൾക്കൊരു വാടകയ്ക്ക് താമസിക്കാതെ സ്വന്തമായിട്ടൊരു വീട് എടുക്കാൻ വെച്ചാൽ ഒരു ലോണ് അപേക്ഷിക്കാൻ പോലും എനിക്ക് എവിടെ നിന്നൊരു ലോണ് കിട്ടില്ല, ഈ ഒരു സിവിൽ കിടക്കുന്ന കാരണം കൊണ്ട്. ഇപ്പം ഞാൻ അവസരങ്ങൾ ഒരുപാട് പേരെടുത്ത് ചോദിക്കുമ്പോഴും പുള്ളിക്കറിയുന്ന എല്ലാവരെയും വെച്ച് ബ്ലോക്ക് ചെയ്യിപ്പിക്കുക. എനിക്കൊരവസരം കിട്ടുന്നില്ല. ഇപ്പോൾ ആകെയുള്ളൊരു വരുമാനം എന്ന് പറയുന്നത് ഈ യൂട്യൂബ് ചാനലാണ്. ഈ യൂട്യൂബ് ചാനൽ വരുമാനം നിർത്തിക്കാൻ വേണ്ടി പല രീതിയിലും അവരും ഈ ഷെഫീന ബീബി, സെമീറ, ഈ അനു, മുന്താസ്, ഇവർ 5 പേരും കൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെന്ന് എനിക്ക് എൻ്റെ മോൾക്ക് ഒരു നീതി കിട്ടുന്നത് വെച്ചാൽ മോള് സ്കൂളിൽ പോയിട്ട് ഇപ്പോൾ ഒരു 2-3 ദിവസം സ്കൂളിൽ പോയിട്ട് ടീച്ചർ പറഞ്ഞു നിങ്ങൾക്ക് എവിടം വരെ എവിടെ നിന്ന് നീതി കിട്ടും, നിങ്ങൾക്ക് ഈ മോൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്തിട്ട് കുഞ്ഞ് ക്ലാസ്സിലോട്ട് വന്നാൽ മതി. ക്ലാസ്സിൽ ചെല്ലുമ്പോൾ കുട്ടികളുടെ ചോദ്യങ്ങൾ വേറെയാണ്. മോൾക്ക് സംസാരിക്കുന്നതിന് കുറച്ച് പറയാനും വാക്കുകളൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ്. പിന്നെ ഈ പഠിക്കുന്ന കാര്യങ്ങൾ മറന്നു പോകും. പക്ഷേ അവൾ അപ്പനുമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ മറന്നിട്ടില്ല. ഞാൻ അവളോട് പറയാം അപ്പ പൊക്കോട്ടെ, അപ്പ വരും, എന്തെങ്കിലും വരും. പക്ഷേ ഇപ്പോഴും അവൾ പറയാം അവർ മോളെ സങ്കടപ്പെടുത്താൻ എന്നെ വേദനിപ്പിച്ചോട്ടെ, പക്ഷേ ആ കുഞ്ഞുമായിട്ടുള്ള വീഡിയോസ് നിരന്തരം യൂട്യൂബിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് കാണുമ്പോൾ എടുത്തിട്ട് കാര്യം. പക്ഷേ ഡോക്ടർ പറയണത് അവളെ മാക്സിമം നല്ല സന്തോഷമായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ ഈ വീഡിയോ അവർ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ എന്നാൽ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ അവളെ നോക്കുന്നുണ്ട്. എന്നിട്ട് എനിക്ക് യൂട്യൂബിൽ നിന്നൊരു അറിയുന്ന സബ്സ്ക്രൈബേഴ്സൊക്കെ നമുക്കൊരു ചിലവിനോ അല്ലെങ്കിൽ മോൾക്ക് ഗിഫ്റ്റായിട്ടൊക്കെ വല്ല അയച്ചു തന്നാൽ ഞാൻ എൻ്റെ ചാനൽ വഴി പറയും. അതും എടുത്തിട്ട് ഇവർ റിയാക്ഷൻ വീഡിയോ ചെയ്യാണ്. തിണ്ടി തിന്നുമല്ലേ, എരന്ന് തിന്നുമല്ലേ, ബിഷിയുടെ തിന്നുമല്ലേ. അപ്പം എൻ്റെ മകളെ ഈ സ്റ്റേജിലേക്ക് ആക്കിയത് ആ മനുഷ്യനല്ലേ അല്ലേ? ഞങ്ങൾ മാന്യം മര്യാദയായിട്ട് ഞങ്ങൾ ജീവിച്ചുകൊണ്ട് പോയി കഴിഞ്ഞപ്പം ഞങ്ങളുടെ ജീവിതത്തിലോട്ട് ആ ലേഡി വന്നിട്ട് അയാളെ കൊണ്ടുപോയി ഞങ്ങൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടേണ്ടി വന്നത് ഈ വ്യക്തി കാരണമല്ലേ? അതുപോലെ അയാളെ ചിന്തിക്കാതെ അവരെ കൂടെ നിന്നിട്ട് ഞങ്ങൾ വല്ലാത്ത രീതിയിൽ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. പരാതി കൊടുത്തിട്ട് ചെലവിൻ്റെ പരാതി കൊടുത്തു. അത് പിന്നെ കോടതിയിൽ നിന്ന് വിധി വന്നു. അതിപ്പോൾ നമ്മൾ 2023 മുതലല്ലേ കൊടുത്ത ആ ഡേറ്റ് വെച്ചിട്ട് ഈ വർഷം വരെയുള്ള അത് വീണ്ടും എഴുതി കൊടുക്കാൻ വേണ്ടി വക്കീൽ എല്ലാ കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഒരു ബർത്ത്ഡേക്ക് പോലും ഈ കുഞ്ഞിനൊന്ന് വിളിച്ച് വിഷയമില്ല. എൻ്റെ മോള് പ്രതീക്ഷിച്ചിരിക്കും, അപ്പോൾ വിളിച്ചിട്ടേ ഇല്ല. അങ്ങോട്ട് വിളിച്ചാൽ അവിടെ നല്ല ചീത്തവിളി അങ്ങോട്ടേക്ക്. പിന്നെ എൻ്റെ കുഞ്ഞ് ഒരു പ്രാവശ്യം പോലും വിളിച്ചിട്ടില്ല. പക്ഷെ ആൾക്ക് ഞാൻ ചോദിച്ചോട്ടെ, ഇത്രയും നീതികേട് ഞങ്ങളോട് കാണിച്ചിട്ട് ആൾക്ക് ചാനലിൽ മുഴുവനും പ്രോഗ്രാംസ് കൊടുക്കുന്നു. ഞാൻ ചാനലിൽ വിളിച്ച് ചോദിച്ചു. അപ്പം പറയാം ആളുള്ള കാരണം കൊണ്ട് നിങ്ങൾക്ക് പരിപാടി തരാൻ പറ്റില്ല, വേറെ ആൾക്കാരോട് ചോദിക്കും. എനിക്കൊരു ഏതെങ്കിലും ഒരു കോമഡി ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേഷം തരില്ല. ജിനു ആൾക്ക് മാത്രമേ ഉള്ളൂ അവസരങ്ങൾ. അപ്പോൾ ഇങ്ങനെ ചതിച്ചിട്ട് പോകുന്ന ആൾക്കാർക്ക് മാത്രം അവസരങ്ങളും കാര്യങ്ങളും. കുട്ടിയെ വളർത്താൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു അമ്മയ്ക്ക്, ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഒരു വീട്ടു ജോലിക്ക് പോകാനോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ജോലിക്ക് പോകാനോ ഈ മകളെ എനിക്ക് വേറെ ആരുടെ ഏൽപ്പിക്കാൻ പറ്റില്ല. ചിലർ പറയും വീട്ടിനകത്ത് അടച്ചിട്ട് പോക്കൂടെ. അങ്ങനെ അടച്ചിട്ട് പോകാൻ പറ്റില്ല. ഞാൻ ഈ 5 വർഷം വരെ എൻ്റെ മോൾക്ക് 7 വയസ്സ് ഡിസംബർ 24-ാം തീയതി 7 വയസ്സായപ്പം ഡിസംബർ 27-ാം തീയതിയാണ് പുള്ളി ഞങ്ങളെ ഉപേക്ഷിച്ച് പോകുന്നത് 2021. ആ സമയം മുതൽ ഇവളെ എവിടെ ഏൽപ്പിക്കാതെ ഞാൻ അതുപോലെ എനിക്ക് ഗൾഫിലോട്ട് വീട്ടു ജോലിക്ക് എന്നെ വിളിച്ചായിരുന്നു. എനിക്ക് എൻ്റെ മകളെ ഏൽപ്പിക്കാൻ പറ്റില്ല എവിടെയും. അവളെ കൊണ്ടുപോകാൻ പറ്റുമോ? അതും കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ ഉള്ളൊരു വരുമാനം എന്ന് പറഞ്ഞാൽ ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്നൊരു എന്താ പറയുക, മാസം ഒരു 25,000 അല്ലെങ്കിൽ നമ്മൾ ആൾക്കാർ കാണുന്നതിനനുസരിച്ചുള്ളൊരു പൈസ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് ജീവിച്ചു പോകുന്ന. വാടക ചെലവ്, മോൾക്ക് സ്പീച്ച് തെറാപ്പി, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. എനിക്ക് ശ്വാസം മുട്ടും, PCOD പ്രശ്നങ്ങളും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഞാൻ അതും കൊണ്ടൊരു സൈഡിൽ കൂടെ എനിക്ക് എന്ത് വന്നാലും ഞാൻ എൻ്റെ അസുഖമല്ല നോക്കുന്നത്, കുഞ്ഞിനെ. പക്ഷേ എനിക്കിപ്പോൾ ഈ BP കുറേ വർഷമായി തുടങ്ങി. ഡെലിവറി കഴിഞ്ഞ് അന്ന് മുതൽ തുടങ്ങിയതാണ്. പുള്ളി പറയുന്നത് നീ BP കൂടി മരിച്ചു പോകണം എന്നാണ്. ഞാൻ എന്താണ് ആളോട് ചെയ്തത്? പക്ഷേ അയാളൊന്ന് ആ ലേഡിയോട് പറയുന്നു, ഇനി അവർ ഞങ്ങളൊന്ന് ഉപദ്രവിക്കല്ലേ, അല്ലെങ്കിൽ ഈ കൂട്ടത്തോട് ഉപദ്രവിക്കുന്നില്ലേ ആ യൂട്യൂബേഴ്സിനോട് ഇയാളൊന്ന് പറയണ്ടേ. ഇതെല്ലാം സപ്പോർട്ട് ചെയ്തിട്ട് അവരെന്തൊക്കെ ഞങ്ങൾ വൃത്തികേട് പറയുന്നോ അതൊക്കെ എടുത്ത് ആളുടെ യൂട്യൂബിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് ആക്കിയിട്ടിടുക. എന്നിട്ട് ഇവരെന്ത് ഞങ്ങളെക്കുറിച്ച് പറയുന്നോ അത് അവരും കൊണ്ടുപോയിട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടുക. ഈ ഉപദ്രവം ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല.
DNA വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിന് തയ്യാറാണ്. പക്ഷേ പുള്ളി വരുന്നില്ല. പുള്ളി ഇപ്പോൾ ഈ അടുത്തൊരു ചാനലിൽ പോയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ മകളെ നിങ്ങൾ മകളെ കാണാറുണ്ടോ ചോദിച്ചപ്പോൾ ഭയങ്കര കരയുന്ന കണ്ട്. 5 വർഷമായിട്ട് സ്വന്തം മകളെ തിരിച്ച് ഒന്ന് വിളിച്ച് അന്വേഷിക്കാത്തൊരു മനുഷ്യൻ ചാനലിലിരുന്ന് എന്തിനാണ് കരയുന്നത്? മന്ദബുദ്ധിയാണ്. ആ കൂടെ പോയ സ്ത്രീ പറയുന്ന എൻ്റെ കൊച്ചു മന്ദബുദ്ധിയാണ്. അവർക്ക് ആദ്യത്തിലുള്ള 2 മക്കളെ, ഇപ്പം ഉണ്ടായ കുഞ്ഞുങ്ങളെ ഒന്നും ഞാനൊരു രീതിയിലും മോശം പറയാനൊന്നും, എൻ്റെ ചാനലെടുത്ത് നോക്കിയാൽ ഞാൻ ഒരു വിധത്തിലും എന്നെ ഉപദ്രവിക്കുന്ന ആൾക്കാരെ പോലും ഞാൻ തെറി വിളിച്ചിട്ടില്ല, ഒരാളെയും മോശം പറഞ്ഞിട്ടില്ല. പക്ഷെ ഞങ്ങൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. ആ കേസ് ഇവരുടെ പേരിലൊക്കെ കൊടുത്തിട്ടുണ്ട്. മാനനഷ്ടത്തിനോ ഇല്ല, അല്ലാതെ ഇങ്ങനെ മോളെക്കുറിച്ച് പറഞ്ഞതിനൊക്കെയുള്ള പരാതി കൊടുത്ത് എൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്.